ആര് നേടും ബിഗ് ബോസിന്റെ കിരീടം? എൻ്റെ പൊന്നു തത്തമ്മ, കണ്ണുമില്ലേ? കണ്ണും ഒന്നും ഇല്ലാത്തതിനോട് എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യ തത്തമ്മ? എങ്ങനെ ബിഗ് ബോസിന്റെ കപ്പ് അടിക്കാമെന്ന വിഷയത്തിൽ ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന തിയറിയും ഫോർമുലയൊക്കെ ഫോളോ ചെയ്ത് കളിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അതുകൊണ്ട് തന്നെ ഞാൻ അനീഷ് ജയിക്കാനുള്ള വിജയ സാധ്യത ഒരു 70% പറയുകയാണ്. എന്തുകൊണ്ട് ബാക്കി ശതമാനം കൊടുത്തില്ലെന്ന് ചോദിച്ചാൽ അനീഷ് ജയിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. കാരണം സീസൺ 2 തൊട്ട് തുടങ്ങിയ ഫോർമുല അനുസരിച്ചാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഈ ഫോർമുല ബ്രേക്ക് ചെയ്യണം. അതുപോലെ ഏഷ്യാനെറ്റിനും വലിയ താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് മോഹൻലാലിനെ കൊണ്ടുവരെ മറ്റ് കണ്ടസ്റ്റൻസിനോട് അനീഷിനെ ഒന്ന് ഒഴിവാക്ക്, അനീഷിന് കണ്ടന്റ് കൊടുക്കാതെ കളിക്കുകയെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശത്രുവിനെ മിത്രമാക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ ഓഡിയൻസിനോടും ബുദ്ധിപരമായി വോട്ട് ചെയ്യാൻ പറയുന്നത്. പക്ഷേ മറ്റ് മത്സരാർത്ഥികളും ഏറെക്കുറെ പ്രേക്ഷകരും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ തന്നെയാ, അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ അത്ര തന്നെ. പിന്നെ മറ്റൊരു കാര്യം, അനീഷ് നല്ല വെറുപ്പീരാണ്. വെറുപ്പീര് കളിക്കകത്ത് നല്ലതാണ്, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും കൂടി അനീഷ് നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അനീഷ് ഉന്നയിക്കുന്ന ആർഗ്യുമെന്റാണ്. അനീഷ് ഒരു കാര്യം തന്നെ 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നവർക്ക് ഒത്തിരി ഇറിറ്റേറ്റ് ആകുന്നുണ്ട്, കളിക്കകത്തും പുറത്തും. പിന്നെ മറ്റൊരു വ്യക്തിയാണ് അപ്പാനി രവി. അനീഷിന് കണ്ടന്റ് കൊടുക്കുന്ന മുഖ്യ ആള് അപ്പാനി രവിയാണ്. അപ്പാനി അനീഷിനെ അടിച്ചമർത്താൻ നോക്കും തോറും അനീഷ് വളർന്നുകൊണ്ടിരിക്കും. അതേ പാത പിന്തുടർന്ന് മറ്റുള്ളവർക്ക് ഫാൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന വേറൊരു വ്യക്തിയാണ് അക്ബർ ഖാൻ. പിന്നെയുള്ളത് ആര്യൻ നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ ആമ്പിള്ളേർ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി ആർക്കും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഷാനവാസ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ വലുതായിട്ടൊന്നും നടക്കുന്നില്ല. ഇനി നമുക്ക് ഗേൾസിലേക്ക് വരികയാണെങ്കിൽ രേണു സുധിക്ക് ഞാനൊരു 65% വിജയസാധ്യത കൊടുക്കുകയാണ്. കാര്യം ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ഒത്തിരി ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന ആളാണ് രേണു സുധി. ബിഗ് ബോസിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഹേറ്റേഴ്സ് കൂടിയ ആൾക്കാർ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫാൻസ് കൂടുകയും ഹേറ്റേഴ്സ് കുറയുകയും ചെയ്താണ് പുറത്തിറങ്ങുന്നത്. അതിന് ഉദാഹരണമാണ് രജിത് സാബുമോൻ എക്സെട്ര. പക്ഷേ രേണുസുദ്ധി അവിടെ കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നുണ്ട്. ആക്റ്റീവായി കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ജിസേലിന് അത്യാവശ്യം ഫാൻസ് ഉണ്ട്, പക്ഷെ അവർ ജയിക്കാനൊന്നും ചാൻസ് ഇല്ല. അനീഷിനെ കുറച്ചെങ്കിലും ബുദ്ധിപരമായിട്ട് നേരിടുന്ന ഒരാൾ റെന ഫാത്തിമയാണ്. അതുകൊണ്ട് റെന ഫാത്തിമ നല്ലൊരു പ്ലെയറാണ്. പക്ഷേ ഓഡിയൻസ് അവരെ കുട്ടിയായിട്ട് കരുതി ഒഴിവാക്കാനും, അതേപോലെ എഡിറ്റർ അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നില്ല. പല കണ്ടന്റും ലൈവിലുള്ളതൊന്നും മെയിൻ എപ്പിസോഡിൽ അവർ കാണിക്കുന്നില്ല, എന്താണെന്നറിയില്ല. ഇപ്പോൾ പോവുകയാണെങ്കിൽ അനീഷ് തന്നെയാണ് കൂടുതൽ ചാൻസ്. പിന്നെ ഉള്ളത് രേണു സുധിക്കാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു.